ഹായ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലേറ്റ്ലി ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ പോലെ ഇട്ടായിരുന്നു. ലൈക്ക് യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്, ലൈക്ക് ക്വസ്റ്റ്യൻ എയർ പോലെ ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ സൈക്ലിസ്റ്റ് എന്നാൽ എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് വേണമെന്ന് ഞങ്ങളൊരു ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ട്രെയിനിങ്ങിൻ്റെ ടിപ്സ് ഇങ്ങനെ കുറേ ചോദിച്ചു വന്നായിരുന്നു. സി, ഇവിടെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ എങ്ങനെ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഹൗ ഐ എൻഡഡ് അപ്പ് ആസ് എ കോമ്പറ്റേറ്റീവ് സൈക്ലിസ്റ്റ്, ഫ്രം എ ഇൻഡിവിജ്വൽ സൈക്ലിസ്റ്റ് ടു മൈ ജേർണി ഓൾ ദ വേ ടു ആസ് എ റേസർ. ഞാൻ ആ ഒരു ജേർണി പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. ഓക്കെ, സോ ആസ് എ ബിഗിനർ സൈക്ലിസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സൈക്കിളിലാണ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഒരു +2 കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഔട്ട് ഓഫ് നോവെയർ ഒരു ദിവസം റീല് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ആളിങ്ങനെ കൈയൊക്കെ വിട്ട് ഇങ്ങനെ ഒരു ഏതാ റൂട്ടെന്ന് എനിക്കറിയില്ല, അതിരപ്പള്ളി പോലത്തെ ഏതൊരു റൂട്ടായിരുന്നു. കൈയൊക്കെ വിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ എന്താ പറന്ന് കിടക്കണം പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആളുടെ വീഡിയോ കണ്ടപ്പോൾ. അപ്പം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തുകൂടാ അങ്ങനെ ഒന്ന് ചിന്തിച്ചു. +2 കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ആ സമയത്ത്. ഓൾമോസ്റ്റ് ഐ വാസ് 18 years old. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നത്, സൈക്ലിംഗ് വൈ ഷുഡ് ഐ ട്രൈ. ബിഫോർ ഐ യൂസ് ടു ബി ആൻ അത്ലീറ്റ്. ഓക്കെ, ഞാൻ പോൾ വാൾട്ട്, പിന്നെ റണ്ണിങ്, അങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഗെയിംസ് ആയാലും കൊക്കോ ഒക്കെ കളിച്ചിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് നോട്ട് ഗോയിങ് എനിവെയർ. ഐ വാണ്ടഡ് ടു ബി അറ്റ് സംവെയർ ബട്ട് ഐ വാസ് നോട്ട് ഗോയിങ് എനിവെയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സൈക്ലിംഗ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒപ്പം തന്നെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ സൈക്കിൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഗിയർ സൈക്കിളാണ്. എനിക്ക് സൈക്കിളില്ല. ആക്ച്വലി എൻ്റെ സൈക്കിള് ആകെ പണി വന്ന് പോയിരിക്കുക. എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ സൈക്കിൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോഴേക്കും അതിന് പണി കഴിഞ്ഞു. അത് കഥം കഴിഞ്ഞു മൂപ്പരാളുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ സൈക്കിളില്ലാത്ത ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സൈക്കിൾ ബോറോ ചെയ്തിട്ട് ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് ഇങ്ങനെ അധികം പുറത്തിറങ്ങാത്ത ആളാണ്. എനിക്കിപ്പോൾ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്ര വരയ്ക്കും, അമ്മ വണ്ടിയെടുത്ത് ഓടിക്കും. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആള് ഞാൻ. അപ്പം അങ്ങനെയാണ് ഒരു ദിവസം എനിക്ക് അഴീക്കോട് ബീച്ചിൽ പോകണമെന്ന് തോന്നി. പോയി. ഫുൾ പക്ക പ്ലാനിങ് ഒന്നും അല്ലെങ്കിലും ഒരു ബാക്ക് പാക്ക് എടുത്തായിരുന്നു. ബാക്ക് പാക്കിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ നിറച്ചു, ഒരു ഇയർഫോണൊക്കെ വെച്ചു, ഒരു സ്കാർഫൊക്കെ വെച്ചു, മാസ്ക് വെച്ചു. ആ സമയത്ത് കൊറോണയാണല്ലോ, നമുക്ക് മാസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. ചുമ്മാ രാവിലെ തന്നെ പോയി ഒരു 10-11 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്നു. ജീവിതത്തിൽ ഇത്രയും സൂപ്പറാണ് സൈക്ലിംഗ് എന്ന് ഞാൻ ആദ്യമായിട്ട് അപ്പോഴേ തിരിച്ചറിഞ്ഞത്. ഒന്നാമത് നമുക്ക് ഒരു വീഡിയോ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ രണ്ടാമത്തെ ഈ സാധനം നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ സൈക്ലിംഗ് ചെയ്യണേ. പിന്നെ ലേറ്റർ ഞാൻ അങ്ങനെ ചവിട്ടി തുടങ്ങി. ബട്ട് സ്റ്റിൽ അവൻ്റെ സൈക്കിൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. തിരിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ബ്രദർ ആ സമയത്ത് ഹൈസ്കൂളിലേക്ക് ആവാണ്. അപ്പോൾ അവനും ഒരു സൈക്കിൾ വേണം, ലൈക്ക് സ്കൂളിൽ പോയി വരാനൊരു സൈക്കിൾ വേണം. അപ്പോൾ അവന് വേണ്ടിയായിട്ടൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു വീട്ടിൽ നിന്ന്. ഈ +2 കഴിഞ്ഞ് മുതുക്കാരും സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവനെ കിട്ടിയ സൈക്കിളിൽ ഞാൻ പോയി തുടങ്ങി. അപ്പോൾ അവനാകെ സൈക്കിൾ ചവിട്ടുന്നത് ലൈക്ക് സ്കൂൾസിൽ പോകാനായിരിക്കും. അത് മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ സൺഡേ ഫ്രീ ആണ്, ഞാൻ എടുത്തിട്ട് പോകും. രാവിലെ ഇങ്ങനെ എടുത്തിട്ട് പോകും. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കും, അടുത്ത് എവിടേക്കാണ് പിന്നെ ചിന്ന സ്പോട്ട് എന്ന് നോക്കും. അങ്ങനെ അങ്ങനെയാണ് ഞാൻ സൈക്ലിംഗ് ഒന്ന് ഇത്രയും കൂടി ഡിസ്റ്റൻസ് കൂട്ടി വരുന്നത്. അതിനിടയിൽ ഞാൻ ഒരു ദിവസം, എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, സഞ്ജയ് എന്ന പേര്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ മൂപ്പരാൾ ഇങ്ങനെയൊക്കെയാണ് സൈക്ലിംഗ് ആണ്, ഭയങ്കര ദൂരം ഒക്കെ പോകുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഇവിടെ മാള ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. അപ്പോൾ അതിലെ മെമ്പറാണ്. അപ്പോൾ അങ്ങനെ ആളെ പോയി പരിചയപ്പെട്ട് മാള ക്ലബ്ബിലൊക്കെ എന്നെ പിടിച്ച് ആഡാക്കി. സ്ട്രാവ അങ്ങനെ സാധനങ്ങളൊക്കെ അറിഞ്ഞു വന്നു, എന്താണ് സംഭവം. സൈക്ലിംഗ് ഒരു സംഭവമാണ് ആ സമയത്ത്, കൊറോണ സമയത്ത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വന്നു തുടങ്ങി. ദെൻ ലേറ്റർ വി പ്ലാൻഡ് എ വീക്കെൻഡ് റൈഡ് സ്ട്രേറ്റ് ടു അതിരപ്പള്ളി. ആ ഒരു അതിരപ്പള്ളി പോക്കാണ് പിന്നീട് എൻ്റെ ഒരു ലൈഫ് മൊത്തം മാറ്റി പറിച്ചത്. അവിടെ പോകുന്ന റൂട്ടിൽ ഞങ്ങൾ നമ്മുടെ അതിരപ്പള്ളി ഫൈനൽ ക്ലൈംബ് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, മജീദ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ.
മൂപ്പരാളെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ എൻ്റെ ലൈഫിലേക്ക് വന്ന ആൾക്കാർ മൊത്തം അടിപൊളിയായിരുന്നു. ലൈക്ക് സഞ്ജയ് ചേട്ടനായിട്ട് ഇങ്ങനെ പോയി, പിന്നെ ആ മൂപ്പരാളെ കണ്ടു, അവിടെ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ ലൈക്ക് വി ആർ സ്ട്രേഞ്ചേഴ്സ്, ഓക്കെ. ബട്ട് വെൻ വി മെറ്റ് വി വർ ലൈക്ക് ഒരു 5-6 വർഷമായിട്ട് അറിയണം ഒരു ആൾക്കാരെ, അത്രയും കമ്പനി. സൈക്ലിംഗ് ത്രൂ കിട്ടിയ കോണ്ടാക്ട് എല്ലാം അടിപൊളിയാണ്. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. പിന്നെ മീറ്റപ്സ് ഒക്കെ വെക്കുമായിരുന്നു, ഓക്കെ, സൈക്ലിങ്ങിൽ. അന്നത്തെ റൈഡ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും വീണ്ടും റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റഹീം എന്ന് പറഞ്ഞിട്ട് ചേട്ടനുണ്ടായിരുന്നു, ആളെ പരിചയപ്പെട്ടു. പിന്നെ അവർ ത്രൂ മാണ ക്ലബിൽ മിക്ക ആൾക്കാരായിട്ടും പരിചയപ്പെട്ടു. പിന്നെ അമിറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്. അങ്ങനെ സി ഓരോ റൈഡും ഓരോരോ ആൾക്കാരെ അടുത്തേക്ക് എന്നെ കൊണ്ട് എത്തിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇത്രയും കൂടി സൈക്ലിംഗ് സെറ്റാക്കാം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇവങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, എനിക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ച് തന്നാൽ കൊള്ളാമായിരുന്നു. ആ ഒരു സാധനം ഞാൻ വീട്ടിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും. പക്ഷെ ഇനി എന്തിനാ സൈക്കിൾ, ഇനി കോളേജിലേക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, കോളേജിലേക്ക് സൈക്കിൾ വെട്ടി പോക്കോളാം, ഒരു പ്രശ്നമില്ല, കോളേജ് 20 കിലോമീറ്റർ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടി കിട്ടണ്ടായില്ല അവസരം. സൈക്ലിംഗ് ഈസ് എക്സ്പെൻസീവ്. അപ്പം എനിക്കറിയില്ല, സോറി, സൈക്കിൾ വാസ് എക്സ്പെൻസീവ്. അന്ന് സൈക്ലിംഗ് ഈസ് അല്ല, സൈക്കിൾ വാസ് എക്സ്പെൻസീവ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അന്ന്. അങ്ങനെ ക്ലബിലത്തെ ആൾക്കാർ, ഈ മജീദൊക്കെ ഉണ്ടല്ലോ, ആളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. മൂപ്പരാളെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, നല്ല പയ്യനാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈക്ലിംഗ് പോയി വന്നിട്ട് വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയും, അങ്ങനെ പറയും വിശേഷങ്ങൾ, അത് ഇതായിരുന്നു, സൂപ്പറായിരുന്നു, അങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കും. അത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. കാര്യം ഇവരൊന്നും അനുഭവിച്ചിട്ടില്ല. ഇവരിങ്ങനെ ട്രാവലിങ് ചെയ്ത് എൻ്റെ ഒരു ഏജിൽ, അവരുടെ ഒരു ഏജിൽ ഇത്രയും ട്രാവൽ ചെയ്തിട്ടില്ല. ട്രാവൽ ചെയ്താലും അച്ഛനായാലും ട്രാവൽ ചെയ്യേണ്ടത് വർക്കിൻ്റെ കേസിൽ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അമ്മയാണെങ്കിൽ എർലി മാരേജ് ആണ്, അപ്പോൾ കുറവാണ് ട്രാവലിങ്ങിൻ്റെ കേസൊക്കെ. അപ്പം അങ്ങനെ പോകുമ്പോൾ കുറേ കഥകൾ പറയാനുണ്ടല്ലോ നമുക്കന്ന് ഫോൺ നോക്കലൊന്നും ഇല്ല. ഫുൾ കണ്ണ് നോക്കുക, ചുറ്റുപാടും, സറൗണ്ടിങ്സ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെയാണ് ഒരു എൻഡ്യൂറൻസ് സൈക്ലിസ്റ്റ്, ആസ് എ എൻഡ്യൂറൻസ് സൈക്ലിസ്റ്റ് ഐ വാസ് ഡെവലപ്പിംഗ്, ഓക്കെ. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് സൈക്കിൾ കിട്ടിയിട്ട് അവസാനം ഫൈനലി വീട്ടുകാർ ബോധ്യായി, ഓക്കെ, കോളേജിലേക്ക് സൈക്കിൾ ഓട്ടി പോയിക്കോളും, ലാഭമായല്ലോ, പെട്രോൾ കാശ്, സാധനങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് സൈക്കിൾ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. പിന്നീട് 1 or 2 months ആഫ്റ്റർ തിരുവനന്തപുരം, തൃശ്ശൂർ ടു തിരുവനന്തപുരം ഒരു ഓപ്ഷൻ കിട്ടി, ചോയ്സ് കിട്ടി. എന്നെ വിളിച്ചു അമിറ്റ് റൈഡേഴ്സിന്, എടാ ഇങ്ങനെ പോകുന്നുണ്ട് ലോങ് ട്രിപ്പ്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? മജീദിക്കാണ് എനിക്ക് കണക്ഷൻ മുട്ടിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ മജീദിക്ക, വാ സെറ്റ്. അന്നത്തെ ആ ഒരു പോക്ക്, അയ്യോ എന്ത് രസമായിരുന്നു അറിയോ. വെളുപ്പാങ്കാലത്ത് പോയി, അടുത്ത ദിവസം വെളുപ്പാങ്കാലത്തല്ല 12 മണിക്ക് എന്തോ പോയെന്നാണോ. എന്നിട്ട് അടുത്ത ദിവസം അന്നത്തെ നൈറ്റ് 12 മണിക്ക് എത്തി. അതിനുശേഷം അതിനിടയിലപ്പോൾ ഞാൻ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട്, എനിക്കെന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ ആണ് അന്നത്തൊക്കെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. എനിക്ക് ഇന്ന ഡെസ്റ്റിനേഷനിൽ എത്തണം, ഇന്ന സംഭവം, ഓക്കെ, അതാണ് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ. അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിട്ട് എൻഡ്യൂറൻസ് ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ ഞാൻ പറന്നു പോവാണ്. എനിക്ക് വേഗം എത്ര അതിൻ്റെ ഇടയിൽ. അപ്പോൾ ടയർഡ് ആവണേ, നിങ്ങൾ കിടന്നുറങ്ങണം, കിടന്നൊന്നും അതാ വേഗം പോവാം. ആ ഒരു മൈൻഡ് സെറ്റ് ആട്ടാ. അതെന്ന് പറയുമ്പോൾ പയ്യനല്ലേ, 18 കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ വണ്ടി കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ബൈക്ക് പുതിയതായിട്ട് കിട്ടുകയാണെങ്കിൽ, നമ്മളായിട്ട് ബൈക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇത്തിരി മൂപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പൊ നല്ലൊരു ബൈക്കാണ്, ഇത്തിരി സ്പീഡിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. സിമ്പിൾ സെയിം സാധനം എനിക്ക് കിട്ടായിരുന്നു, സൈക്കിളാണ് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സ്പീഡ് കയറി എൻ്റെ തലയിൽ കയറി നല്ലോണം ചവിട്ടാൻ പറ്റുന്നുള്ള ഇത്. ആ തിരുവനന്തപുരം പോക്ക് കഴിഞ്ഞ വന്ന് പിന്നെ സ്ട്രാവയിൽ കോം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അതായത് ഇന്നൊരു സെഗ്മെന്റ് ഉണ്ട്, ആ സെഗ്മെന്റിൽ ടോപ്പ് ഫാസ്റ്റസ്റ്റ് ആണെന്ന് നോക്കും. അപ്പൊ ഫാസ്റ്റസ്റ്റ് പേഴ്സണ് കിട്ടുന്ന ഒരു ടൈറ്റിലാണ് കോം. പിന്നീട് കോമ്പറ്റീറ്റീവ് ആണല്ലോ, മുമ്പ് ഒരു അത്ലറ്റിലാണല്ലോ, സ്വാഭാവികം കോമഡിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവിടെ മുസ്ലിസ് ക്ലബിൽ ഒരാളുണ്ടായിരുന്നു, മഹേഷ് എന്നാണെന്ന് പേര്. മൂപ്പരാണിങ്ങനെ കോമഡിക്കുന്ന ഒരു കോമ്പറ്റീറ്റർ പോലെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പോയി ഒരു സെഗ്മെന്റ് അടിക്കും, ആളാ അടുത്ത ദിവസം വന്നിട്ട് ചിലപ്പോൾ ആൾ ഓൾറെഡി ആ സെഗ്മെന്റ് അടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം ആ സെഗ്മെന്റ് ആൾ വന്ന് അടിക്കും, ഞാൻ അടുത്ത ദിവസം വന്ന് അടിക്കും, ആളടിക്കും. അങ്ങനെ കുറെ കോമ്പറ്റീഷൻ പോലെ ആയി, ഒരു വാശിപ്പുറം. ഇറ്റ് വാസ് വെരി ഫൺ, ഓക്കെ. അപ്പം അങ്ങനെ കയറി ചെയ്ത സമയത്താണ് ഞാൻ ഇങ്ങനെ കോമഡിക്കാൻ പോണ സമയത്ത് മാള ക്ലബിലത്തെ അതുൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ആളായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു.
ഒരാളിങ്ങനെ ഒരാളുണ്ട്, സുധി എന്നാ പേര്, റേസിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം നീ വേണമെങ്കിൽ ആളൊന്ന് പരിചയപ്പെട്ട് നോക്കിയേ. ആളുടെ റോഡ് ബൈക്കൊക്കെയാണ്. നമുക്ക് അന്നെന്ന് പറയുമ്പോൾ, ഇപ്പം എൻ്റെ റോഡ് ബൈക്കാണ്, ബട്ട് അന്നെന്ന് പറയുമ്പോൾ എനിക്ക് റോഡ് ബൈക്ക് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ബൈ റേസർ ദൈവം ആ ഒരു സെറ്റപ്പാണ്. ഈ മൈൻഡ് സെറ്റ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനങ്ങനെ എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത്, എനിക്ക് ഇൻസ്പയർ ആയത് സുധിച്ചേട്ടനാണ്. സുധിചന്ദ്രൻ ഫ്രം തൃശ്ശൂർ. കുറെ പേര് മിന്നൽ സുധി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് മൂപ്പരാൾ പെട്ടെന്നെ പെടയാ. സുധിച്ചേട്ടാ ഒക്കെ പറയുന്നതല്ല, അല്ല ഇതാക്കി നോക്കണമെന്നല്ല, വീഡിയോ കാണാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ബട്ട് യു ആർ ഇൻസ്പിറേഷൻ സുധിച്ചേട്ടാ. അപ്പോൾ ഇങ്ങനെ മൂപ്പരാളുടെ ഒരു ദിവസം റൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അന്ന് മൂപ്പരാൾക്ക് എന്തോ ഒരു ചലഞ്ച് ഒന്നുണ്ടായിരുന്നു, 120 കിലോമീറ്റേഴ്സ് ചലഞ്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് നോൺ സ്റ്റോപ്പ് ചലഞ്ച് ഉണ്ടായിരുന്നു. അതിനൊപ്പം ഞാനും പോയി. ഇവരിൽ 3 പേരുണ്ടായിരുന്നു. 2 പേര് റേസറാണ്, യങ്ങാണ് അവർ. നല്ല പടയായിരുന്നു. ഒരാളെ കാന്യോൺ, ഒരാളെ മെറിഡ, ഒരാളെ സ്കോട്ട്. സുധിച്ചാണ് സ്കോട്ടാണ്. എൻ്റെ MTB വിത്ത് 7 സ്പീഡ്, 7x3 21 സ്പീഡാണ്. എൻ്റെ ഗിയർ കഴിഞ്ഞു. ഞാൻ ഈ ഫോർക്കുമ്പം പിടിച്ചിട്ടാണ് ചവിട്ടുന്നത്, എയർ ആവാൻ വേണ്ടി. അവർ പെട്ടെന്നെ പെടാം. അത് കഴിഞ്ഞിട്ട് അവരൊപ്പം ഇങ്ങനെ പോയി. റൈഡിൻ്റെ ഇൻബിറ്റ്വീൻ എൻ്റെ ഗിയറിന് എന്തോ പറ്റി. അപ്പോൾ പിന്നെ എനിക്കത് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതായത് റൈഡ് എനിക്ക് പോസ് ചെയ്യേണ്ടി വന്നു. കയറ്റം വന്ന് ഞാൻ എന്ത് ചെയ്യാൻ, മാനത്ത് നോക്കിക്കേണ്ടി വരും. അവർ പറഞ്ഞു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഇത് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അവർ നിർത്തിയിട്ട് അവർ വിളിച്ചു ചോദിച്ചു എന്നെ എന്താ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പൊക്കോ, എനിക്ക് ചെറിയൊരു ഇഷ്യൂ വന്നു. അപ്പോൾ അതിനുശേഷം സുധിച്ചേട്ടൻ നൈറ്റൊക്കെ ആയിട്ട് എപ്പോൾ നൈറ്റ് അടുത്ത ദിവസം എന്തോ ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നല്ലോണം റൈഡ് ചെയ്യുന്നുണ്ട്, റേസിംഗ് ഒക്കെ ട്രൈ ചെയ്ത് അവിടെ നിന്ന് ചോദിച്ചു. ഇപ്പോൾ ഉള്ള അത്ലറ്റ്സ് അവർ നല്ല രീതിക്ക് റേസിംഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ ആയിട്ട് കോൺടാക്ട് അങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കോടേന്ന് ചോദിച്ചു. അപ്പോൾ റേസിങ്ങിൻ്റെ സാധനം നമ്മുടെ തലേൻ്റെ ഉള്ളിൽ കുത്തി കയറി വന്നു. ഓക്കെ, പിന്നെ തൊരയായി റേസിംഗ് വേണം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതിലേട്ടനൊക്കെ നല്ല സപ്പോർട്ടീവാണ്. വീട്ടിലൊക്കെ പറയും അങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ അന്വേഷിച്ചൊക്കെ വന്നപ്പോൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഇങ്ങനെ ഇത്രയും സ്പീഡിലൊക്കെ പോകാനുള്ള ഒരു നല്ല രീതിക്കുള്ള പെർഫോമൻസ് തന്നെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറേയൊക്കെ നോക്കി കണ്ടു. സുധിച്ചേട്ടനായിട്ടുള്ളൊരു ഹെൽപ്പ് കൂടിയും വെച്ചിട്ട് കോച്ചിനെ കണ്ടുപിടിച്ചു, ബൈക്ക് കണ്ടുപിടിച്ചു. എൻ്റെ ഫസ്റ്റ് മത്സരം ചെയ്തു, ഡിസ്ട്രിക്ട് മീറ്റിൽ ഫസ്റ്റ് റേസിൽ തന്നെ ഗോൾഡ് മെഡലും വന്നു. നമ്മൾക്ക് പിന്നെ ഒടുക്കത്തെ കോൺഫിഡൻസ്. ഗോൾഡ് മെഡൽ വന്നു, ഫസ്റ്റ് തന്നെ ബ്രേക്ക് അവേ. അന്ന് ചവിട്ടുമ്പോൾ പല്ലിൽ കമ്പിയിട്ട മെറിഡേൻ്റെ ഹെൽമെറ്റും വെച്ച്, പിന്നെ ഭാരത് സൈക്കിൾസിൻ്റെ ഒരു ജേഴ്സി ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ജേഴ്സി ഒന്നും ഉണ്ടായിരുന്നില്ല, സ്പോൺസേഴ്സ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ട്രിപ്പ് പോയപ്പോൾ ഞങ്ങൾക്കൊരു അവർ ബ്രാൻഡ് പോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ജേഴ്സി തന്നതാണ്, ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ്പെൻസീവാണ്, സൈക്ലിംഗ് ഈസ് എക്സ്പെൻസീവ് എന്നാണ് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഗിയർ കിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ള ചിന്ത വന്നു തുടങ്ങി. അപ്പോൾ അഫോർഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ബട്ട് സ്റ്റിൽ നമ്മളത് ചെയ്യും. വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, അതേപോലെ തന്നെ ഈ സൈക്ലിംഗ് ചെയ്യണം എന്നുള്ളത് ത്വര വന്നപ്പോൾ അത് കണ്ണും പൂട്ടി ചെയ്യാൻ തുടങ്ങി. വേറെ ഒന്നും റിസൾട്ട്സ് ഒന്നും പിന്നീട് നോക്കിയില്ല. എന്താകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ചെയ്യാൻ ഇഷ്ടമുണ്ട്, ചെയ്യാം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, അതാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ റേസിംഗിലേക്ക് വന്നത്. പിന്നെ അവിടെ നിന്ന് പക്ഷേ ഞാൻ റേസിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കോച്ചുണ്ട്, എന്നെ ഗൈഡ് ചെയ്യാൻ നല്ലൊരു കോച്ചുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുന്നവരെ ഔട്ട് ഓഫ് നോവെയർ ഞാൻ ഇപ്പോൾ ഒന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് റേസിക്ക് വന്നതല്ല. ഐ വാസ് ഗ്രോയിങ്. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സൈക്ലിങ്ങിന് എല്ലാ സ്റ്റേജും എൻജോയ് ചെയ്താൽ മതിയാക്കണേ. എനിക്ക് സൈക്കിളേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനുള്ള ലെവലിൽ എനിക്ക് സ്പോൺസേർഡ് സൈക്കിളാണ് എൻ്റേത്. റോഡ് ബൈക്ക് എന്ന് പറയുമ്പോൾ സ്പോൺസേർഡ് ആണ് എൻ്റേത്. ഓക്കെ, പിന്നെ എൻ്റെ ട്രാവലിംഗ് ഒക്കെ എൻ്റെ സ്പോൺസേഴ്സ് അത് കവർ ചെയ്യും. പിന്നെ എൻ്റെ ന്യൂട്രീഷൻ ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്യും. പിന്നെ എൻ്റെ അടിയിൽ തന്നെ അത്ലറ്റ്സ് ഉണ്ട്, ഞാൻ കോച്ചിങ്ങും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഫ്രീഡം അറിയാൻ. ലൈക്ക് ആ ഒരു വീഡിയോന്ന് കിട്ടിയൊരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത്, നാഷണൽ ലെവൽ അത്ലറ്റായി വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. സോ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ചെയ്തു നോക്കാം. പിന്നെ എൻ്റെ ഒരു ഞാൻ വന്നൊരു ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റേസിംഗിക്ക് ഇറങ്ങണോ,
നിങ്ങളുടെ ഏജ് കുറവാണോ കൂടുതലാണോ ഒന്നും നോക്കണ്ട. റേസിംഗ് ഇറങ്ങണോ, നിങ്ങൾ ഇറങ്ങാം. ഓക്കെ, വേറെ ആൾക്കാർ 100 ആൾക്കാർ ചോദിക്കണ്ട. ഒരു റേസിംഗ് ചെയ്യുന്ന ഒരു അത്ലറ്റ്, ഒരു ടോപ്പ് ലെവൽ അത്ലറ്റ് ചോദിക്കുക എങ്ങനെയാണ് റേസിംഗ് ചെയ്യാൻ, അതിന് ബുദ്ധിമുട്ടുണ്ടോ, എന്താണ് റിസൾട്ട് വന്നില്ലെങ്കിൽ അവസ്ഥ. എല്ലാ തരത്തിലുള്ള ഡൗൺഫോൾസും ഉണ്ടാവും. മെൻ്റൽ പ്രഷർ ഉണ്ടാവും, ഫിസിക്കൽ പ്രഷർ ഉണ്ടാവും. ഫിസിക്കൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയൊക്കെ ഒരു സമയമാകുമ്പോൾ ടപ്പെന്ന് പൊട്ടി വരും, ന്യൂട്രീഷനൊന്നും വൃത്തിക്ക് കഴിക്കാണ്ടാവുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ somehow you will manage it because you want it, right? എനിക്കത് വേണം, ഞാനത് ചെയ്യും, കാരണം എനിക്കത് അത്ര ഇഷ്ടമാണ് ചെയ്യാൻ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോൾ ഇത്ര നാളും സൈക്ലിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബൈക്ക്, ഒന്നാമത്തെ കാര്യം, ബൈക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ സൈസ് വൃത്തിക്ക് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻസീം ലെങ്ത് നോക്കുക, നിങ്ങളുടെ ഹൈറ്റ് നോക്കുക. എന്നിട്ട് 2-3 റേസിംഗ് ചെയ്യുകയാണെങ്കിൽ റേസിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടി ചോദിക്കുക. പിന്നെ ബൈക്ക് ഫിറ്റ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓക്കെ, അവരുടെ അടുത്തും കൂടി ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ ബൈക്ക് എടുക്കുക. അപ്പോൾ അവിടെ തന്നെ വലിയൊരു എക്സ്പെൻസ് മാറിക്കിട്ടുക. കാരണം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണും പൂട്ടി ഒരു ബൈക്ക് പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സൈസ് ഇഷ്യൂ വരും. എനിക്കത് വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു. അത് ഒരു പോയിന്റ് എത്തിയപ്പോൾ. പിന്നെ ഞാൻ എൻ്റെ ഗ്രോയിങ് സ്റ്റേജ് ആയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ 5-6 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചു. അപ്പോൾ നിങ്ങളൊരു മൈൻഡിൽ വെക്കുക, നിങ്ങൾ ഗ്രോയിങ് സ്റ്റേജ് ആണ്, നിങ്ങൾ ഇനിയും ഹൈറ്റ് വെക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് സൈക്കിൾ എടുക്കുക. അപ്പോൾ അതൊരു റേസിംഗ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ബൈക്ക് ഫിറ്റ് ചെയ്യുന്ന ആളെടുത്ത് ചോദിക്കാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈക്ലിംഗ് ചുമ്മാ ചവിട്ടിയെടുക്കണേക്കാൾ ഭേദമാണ് ഒരു കോച്ചിൻ്റെ അടിയിൽ ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് നല്ല രീതിക്ക് ഉണ്ടാവും. കാരണം കോച്ച് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ലൈക്ക് ഈ ഒരു ഫീൽഡിൽ ഇത്ര നാൾ നിന്നാണ് റേസിംഗ് സ്റ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ലൈക്ക് പുതിയ നോളേജ് ഒരിക്കലും നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റില്ല. കാരണം ടെക്നോളജി ഈസ് മൂവിങ് വെരി ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ സൈക്ലിങ്ങിനായാലും പുതിയ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് സാധനം എക്യുപ്മെന്റ്സ് ഏത് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര ഫാസ്റ്ററായി പോവാം. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് ഫാസ്റ്റർ ആണെങ്കിൽ ഒരു കോച്ചിൻ്റെ അടിയിൽ നിന്ന് ട്രെയിൻ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. തേർഡ് തിങ് ഈസ് യു ഷുഡ് ചെക്ക് യുവർ ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷൻ മസ്റ്റാണ്. 80% നമ്മുടെ ഈ ഫിസിക്കൽ വർക്കൗട്ട് എല്ലാ കാര്യങ്ങളും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂട്രീഷനല്ല. ന്യൂട്രീഷൻ പ്ലസ് സ്ലീപ്പ് പക്കയായിരിക്കണം. പിന്നെ വരുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ മിക്കതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഫിസിയോ, പിന്നെ പെയിനൊക്കെ വരാണെങ്കിൽ അത് ഇപ്പോൾ ഡോക്ടേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലി മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വെച്ചേക്കാം. അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, അത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ചിലപ്പോൾ അവിടെ സ്റ്റക്കായി പോകും, ചിലപ്പോൾ അത് സ്റ്റോപ്പായും പോയേക്കാം. പിന്നെ മെയിൻ റീസൺസ് അതാണ്. പിന്നെ ഇഞ്ചുറീസ്, അത് ഒരു സ്പോർട്സ് എപ്പോഴും ഉണ്ടാവും. ഇഞ്ചുറി വന്നു, എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കാതെ, ഇഞ്ചുറി വന്നു, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ദെൻ യു ഗോ അഗൈൻ, ട്രൈ അഗൈൻ. ചിലപ്പോൾ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് ശരിയാവും. പക്ഷെ ഒരു ദിവസം ശരിയാവും അത്. ആ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടാണ് നിങ്ങളത് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടേച്ച് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് സൈക്ലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിന് ഡീപ്പായിട്ട് ഇത്തിരി കൂടി ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടാവാം. നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. ഓക്കെ, നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ബട്ട് സൈക്ലിംഗ് ക്വസ്റ്റ്യൻ. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത്. ഞാൻ എങ്ങനെയാണ് ആസ് എ നോർമൽ അത്ലറ്റ് ആയിരുന്നു, ഞാൻ എങ്ങനെ ഒരു നാഷണൽ ലെവൽ സൈക്ലിസ്റ്റ് ആയെന്നുള്ളൊരു കഥയാണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര നാൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഐ ഹോപ്പ് ഇറ്റ് മേ ഹെൽപ്പ് യു. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് until then. അപ്പോൾ feel free to ask any questions in the comments, and next time I will answer it all. Okay, bye, thank you.